നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടന്ന മത്സരം 5-1 ആഴ്സണൽ വിജയിച്ചു. കളിയിൽ അവർ കൃത്യമായിട്ട് എർലിംഗ് ഹാലൻഡിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ ഗോൾ ഒഡേഗാർഡ് നേടിയപ്പോഴേ ഗബ്രിയേൽ മെഗലസ് ഹാലൻഡിൻ്റെ മുഖത്തിനടുത്ത് പോയി നിന്ന് സ്ക്രീം ചെയ്യുകയായിരുന്നു. പിന്നെ യുവതാരം ലൂയിസ് കെല്ലി ഗോളടിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള സെലിബ്രേഷൻ, മെഡിറ്റേഷൻ, അതായത് എർലിംഗ് ഹാലൻഡിൻ്റെ സെലിബ്രേഷൻ മിമിക് ചെയ്ത് കാണിച്ചു. അതിൻ്റെയൊക്കെ കാരണം നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്ന്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന മത്സരത്തിൽ ആർട്ടിറ്റയോട് സ്റ്റേ ഹംബിൾ എന്ന ഹാലൻഡ് പറഞ്ഞതാണ് ഇങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള കാരണം. എന്തായാലും കളി കഴിഞ്ഞിട്ട് ആഴ്സണലിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ലൂയിസ് കെല്ലി ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇരിക്കുന്നു. ബാക്കി ആഴ്സണൽ താരങ്ങളെല്ലാം അവിടെ വലിയ സന്തോഷത്തോടു കൂടി അത് നോക്കി നിൽക്കുന്നു. ആ ചിത്രം പങ്കുവെക്കുന്നുണ്ട്. ദിസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇമോജിയൊക്കെ കൊടുത്തുകൊണ്ട് അവരത് പങ്കുവെക്കുന്നു. ഏതായാലും ഹാലൻഡിൻ്റെ പിതാവ് ആൽഫി ഹാലൻഡിന് അത് ഒട്ടും പിടിച്ചില്ല. അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ദിസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ് വിൻസ് എവറിത്തിങ് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലൂ ലവ് ഇമോജി കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. സോ അത് തന്നെയാണ് ഇപ്പോൾ ആഴ്സണൽ ആരാധകരോട് മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്ക് ചോദിക്കാനുള്ളതും. അവർ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. നോ UCL, ആഴ്സണലിൻ്റെ കാര്യമാണ് പറയുന്നത്. നോ UCL, നോ ട്രബിൾ, നോ ക്വാഡ്രപ്പിൾ, നോ 100 points in a single season, no four Premier League titles in a row and no Premier League title in over 20 years എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്സണൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ പെപ്പിന് 5-1 തോൽപ്പിച്ച പെപ് ഗാർഡിയോള കപ്പ് നേടിയെന്നല്ലാതെ നിങ്ങളൊന്നും ഈ സമീപകാലത്തൊന്നും നേടിയിട്ടില്ല എന്നുള്ളത് ആഴ്സണലിനെ അവർ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറുകയാണ്. വലിയ രൂപത്തിലുള്ള റിവൽറിയും കൊടുക്കൽ വാങ്ങലും ഒക്കെ സംഭവിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.